കശുമാവിൻ തോട്ടങ്ങളിൽ വിളവ് വർദ്ധിപ്പിക്കുവാൻ എൻഡോസൾഫാൻ എന്ന വിഷരാസ കീടനാശിനി തളിച്ചതുമൂലമുണ്ടായ ദുരന്ത കാഴ്ചകൾ ചില കാസർഗോഡൻ ഗ്രാമങ്ങളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. കശുമാവിന്റെ പൂക്കൾ നശിപ്പിക്കുന്ന തേയില കൊതുകിനെതിരെയാണ് എൻഡോസൾഫാൻ തളിച്ചത്. പക്ഷേ വിഷബാധയേറ്റ ഭൂമിയിലെ പൂക്കളും ശലഭങ്ങളും കിളികളും ചെറുജീവികളും ഇല്ലാതായി. ശാപം തീണ്ടിയ മണ്ണിൽ പിറന്നു വീണ എത്രയെത്ര കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് തീരാ ദുഃഖത്തിന്റെ കയങ്ങളിലേക്ക് വീണുപോയത്. എൻഡോസൾഫാൻ തളിച്ചപ്പോൾ ദുരിതം ഏറ്റുവാങ്ങേണ്ടി വന്ന ഗ്രാമങ്ങളിലൊന്നാണ് പുല്ലൂർ പെരിയ. പെരിയയിലെ കശുമാവിൻ തോട്ടങ്ങളിൽ പലവട്ടം എൻഡോസൾഫാൻ തളിച്ചിരുന്നു. അതിന്റെ ദുരന്തഫലം ഇപ്പോഴും ഈ നാടിനെ പേടി സ്വപ്നമായി പിന്തുടരുന്നു. രാസകീടനാശിനികൾ നാട് നീങ്ങിയിട്ടില്ല. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പഴങ്ങളിലും പച്ചക്കറികളിലും രൂക്ഷമായ വിഷകീടനാശിനിയുടെ അംശം വേണ്ടുവോളമുണ്ട്. FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് പച്ചക്കറികളിലെയും മറ്റും കീടനാശിനിയുടെ അളവ് പരിശോധിക്കുന്നത്. FSSAI നിഷ്കർഷിച്ചതിലും എത്രയോ അളവ് കൂടുതലാണ് രാസകീടനാശിനികളുടെ അംശം പച്ചക്കറികളിൽ കാണാൻ കഴിയുക. ക്ലോർപൈറിഫോസ്, ഫെൻവാലേറ്റ്, മീഥൈൽ പാരതയോൺ, എൻഡോസൾഫാൻ തുടങ്ങി വിവിധ പേരുകളിലുള്ള വിഷരാസ കീടനാശിനികളുടെ അംശം പച്ചക്കറികളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെല്ലാം മനുഷ്യന് മാരകമായ രോഗങ്ങൾ സമ്മാനിക്കുന്നു. കൊലയാളികളായ രാസകീടനാശിനികൾ നമ്മെ ഭയപ്പെടുത്തുമ്പോൾ ജൈവകൃഷിയുടെ മഹത്വവുമായി എൻഡോസൾഫാൻ ദുരിതബാധിത ഗ്രാമത്തിൽ പുല്ലൂർ പെരിയയിൽ ഒരു കർഷകൻ വയറുവള്ളി എ. കുഞ്ഞമ്പു നായർ. പെരിയ ബസ് സ്റ്റോപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ പടിഞ്ഞാറോട്ടു മാറി 3 ഏക്കർ സ്ഥലത്താണ് കുഞ്ഞമ്പു നായരുടെ സമ്മിശ്ര ജൈവ കൃഷിയിടം. ചെമ്പരത്തി ചെടികൾ കൊണ്ട് വേലി തീർത്ത് വാഴയ്ക്കും കവുങ്ങിനും കുരുമുളകിനും തെങ്ങിനും വെവ്വേറെ തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടിവിടെ. 300 നേന്ത്രൻ വാഴകളാണ് ഇപ്രാവശ്യം കുഞ്ഞമ്പു നായർ നട്ടത്. ജൈവവളത്തിന്റെ ശക്തിയിൽ ശരാശരി 25 കിലോ തൂക്കം വരുന്ന കുലകൾ കിട്ടി. രാസവളങ്ങളൊന്നും കുഞ്ഞമ്പു നായർ തന്റെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരാറില്ല. ജൈവവളത്തിൽ കനം കൊണ്ട ഈ കായകൾക്ക് പ്രത്യേക സ്വാദാണ്. ചുരുങ്ങിയ കാലയളവിൽ വലിയ വരുമാനമുണ്ടാക്കുന്ന വാഴകൃഷിയാണ് അദ്ദേഹം കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന മറ്റൊരു വിള. വാഴകൃഷിയിൽ പൂർണ്ണമായും ജൈവകൃഷി രീതി അവലംബിച്ച് 25 കിലോ വരെ തൂക്കം വരുന്ന കുലകളുണ്ടാക്കാൻ കുഞ്ഞമ്പു നായർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കീടരോഗബാധയ്ക്കെതിരെ ട്രൈക്കോഡർമ, സ്യൂഡോമോണാസ് തുടങ്ങിയ കീട നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തമായിട്ട് തന്നെ പശുവളർത്തലിലൂടെ ചാണകവും മറ്റ് പച്ചില വളങ്ങളും ഉപയോഗിച്ച് ശരാശരി 20 കിലോയ്ക്ക് മുകളിൽ വരുന്ന വാഴക്കുല ഈ വർഷം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്ന കൃഷിഭൂമി നീർവാഴ്ചയുള്ളതാക്കി മാറ്റാൻ ചെറിയ ചാലുകളുണ്ടാക്കി. അതിനുശേഷം മുരുക്കിൻ തൈകൾ നട്ടു. അതിൽ കുരുമുളക് വള്ളികൾ പടർത്തി. കുരുമുളക് വള്ളികൾക്ക് വെയിൽ കൊള്ളാതിരിക്കാനാണ് നേന്ത്രൻ വാഴകൾ നട്ടത്. വാഴയ്ക്ക് വേണ്ടത്ര ജൈവവളം ചേർത്തപ്പോൾ അതിന്റെ ഗുണം കുരുമുളക് തൈകൾക്കും കിട്ടി. ശാസ്ത്രീയമായ രീതിയിൽ മണ്ണൊരുക്കിയാണ് കുരുമുളകും വാഴയും കൃഷി ചെയ്യുന്നത്.
പുതുതായി 300 കാല് കുരുമുളക് തൈകൾ നട്ടിട്ടുണ്ട്. ഇടവിള കൃഷി എന്ന നിലയിൽ പരമാവധി ലാഭം വാഴയിൽ നിന്നും കിട്ടുമെന്ന് തോട്ടം കണ്ടാൽ തന്നെ അറിയാം. ഞാൻ പണ്ട് മുതൽക്കേ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. രോഗം വന്ന ശേഷം അതിനെ ശുശ്രൂഷിച്ച് മാറ്റുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുകയാണ്. ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ അങ്ങനെ ഇങ്ങോട്ടുമുള്ള കൺസെപ്റ്റ്. അത് ഞാൻ എന്താ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ, വേപ്പൻ പിണ്ണാക്ക് കൊല്ലം തോറും ഞാൻ തെങ്ങിനും കവുങ്ങിനും വാഴക്കും എല്ലാം അതിൻ്റെതായി വേണ്ടുന്ന രീതിയിൽ ഞാൻ കൃഷി ഇടാറുണ്ട്. അതുപോലെ തന്നെ സൂഡോമോണസ്, ട്രൈക്കോഡർമ മുതലായിട്ടുള്ള മിത്രകീടങ്ങളെ ഇതിൻ്റെ തലത്തിൽ ഇട്ടിട്ട് അവയിൽ നമ്മൾ പൂപ്പൽ ഫംഗസ് രോഗം എന്നിവയെ തീർത്തും തടുക്കാനുള്ള കഴിവ് കിട്ടുന്നുണ്ട്. അത് ഉപയോഗിച്ച് വന്നാൽ വരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ഞാൻ കൃഷി ചെയ്തുകൊണ്ട് വരുന്നത്. പിന്നെ മൾച്ചിങ്, അതായത് പൊതയിടുക. എല്ലാ ചെടികൾക്കും പ്രത്യേകിച്ച് തെങ്ങിന്, കവുങ്ങിന് ഇവക്കൊക്കെ നല്ല രീതിയിൽ മൾച്ചിങ് ചെയ്ത് കൊടുത്താൽ അതിന് ഈർപ്പം കൂടുന്നുണ്ട്. അതുപോലെ തന്നെ വളരാനും വളരെയധികം നല്ല ഉൽപ്പാദനം ഉണ്ടാകുവാനും സാധിക്കുന്നു. കൃഷിഭവന്റെ സഹായത്തോടെ മണ്ണ് പരിശോധിച്ച് മണ്ണിന്റെ സ്വഭാവം മനസ്സിലാക്കി ഡോളോമേറ്റും കുമ്മായവും ചേർത്തു. അതിനുശേഷം വേപ്പിൻ പിണ്ണാക്ക്, ആട്ടിൻകാട്ടം, മറ്റു ജൈവവളങ്ങൾ എന്നിവ ചേർത്ത് ഫലപുഷ്ടിയാക്കിയ മണ്ണിലാണ് വാഴയും കുരുമുളക് തൈകളും നട്ടത്. ഒരു 1000 വർഷം വേണ്ടി വരും ഒരു ഇഞ്ച് മണ്ണ് അടിഞ്ഞുകൂടാൻ വേണ്ടി. അത് വലിച്ചു പോകാനാണെങ്കിൽ വെറും 1-2 മിനിറ്റ് മതി. ആ പ്രത്യേകം നമ്മുടെ കൃഷിക്കാരോട് അവരോട് ഞാൻ സംസാരിക്കുകയാണ്. തീർച്ചയായും ആ മണ്ണ് വലിപ്പ് തടയുക, നമ്മൾ മണ്ണ് സൂക്ഷിക്കുക. വാഴത്തോട്ടത്തിനരികിൽ കവുങ്ങിൻ തോപ്പ്. ഇവിടെയും സമ്മിശ്ര കൃഷി തന്നെ. 300 കവുങ്ങുണ്ട്. കവുങ്ങിലും കുരുമുളക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 120ഓളം കവുങ്ങിലാണ് കുരുമുളക് പടർത്തിയിട്ടുള്ളത്. കവുങ്ങിൻ തോപ്പിൽ കുരുമുളക് തൈകൾ വച്ചപ്പോൾ തെക്കൻ വെയിൽ തടയാൻ നട്ട ചെമ്പരത്തി ചെടികൾ ഇപ്പോൾ ജൈവവേലിയായി. നിറയെ ചെമ്പരത്തി പൂവുകൾ ചൂടിയ ജൈവവേലി. കുരുമുളക് കൃഷി മികച്ച വരുമാനമാണ് ഈ കർഷകന് നൽകുന്നത്. കഴിഞ്ഞ വർഷം 4.5 ലക്ഷം രൂപയുടെ കുരുമുളക് കുഞ്ഞമ്പു നായർക്ക് വിൽപ്പന നടത്താൻ കഴിഞ്ഞു. കുരുമുളക് കൃഷി വ്യാപനത്തിന് വേണ്ടി 1500ഓളം മുരുക്കിൻ തൈകൾ നട്ടുവളർത്തിയിട്ടുണ്ട്. മുള്ളു കൂടുതലുള്ള ആൺമുരുക്കാണ് കുരുമുളക് തൈകൾ പടർത്താൻ നല്ലതെന്ന് കുഞ്ഞമ്പു നായർ എന്ന കർഷകൻ അനുഭവങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നു. കുരുമുളകിന് നല്ല വിലയുണ്ട്. അത് മാത്രമല്ല, കുരുമുളക് എന്ന് പറഞ്ഞാൽ കറുത്ത പൊന്നു എന്ന രീതിയിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിക്കാൻ കഴിയും. അതിന് വലിയ വിലയില്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുരുമുളകിന് അധികം ശ്രദ്ധ കൊടുത്തതും ഈ 60 സെന്റ് സ്ഥലത്ത് പുതുതായി കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതും. അപ്പോഴേക്കും ആ സ്ഥലത്ത് ധാരാളം വെള്ളമുള്ള സ്ഥലമാണ്. വർഷക്കാലത്ത് ഉറവ് വരും. പോരെങ്കിൽ അത് കണ്ടം പോലത്തെ സ്ഥലമാണ്. അപ്പോൾ അത് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ് പ്രധാനപ്പെട്ട ഒരു കടമ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ JCB ഉപയോഗിച്ച് അതിൻ്റെ കടത്തിന് 2 വശങ്ങളിലും കനാലുണ്ടാക്കി. ഏതാണ്ട് 150 മീറ്റർ നീളത്തിലുള്ള കനാലുണ്ടാക്കി. അപ്പോൾ പൂർണ്ണമായും അതിലെ വെള്ളം വറ്റിപ്പോകും. അത് മാത്രമല്ല, ഈ JCB ഉപയോഗിച്ച മണ്ണ് ഈ കണ്ടത്തിൽ ഇട്ടിട്ട് ഏതാണ്ട് 10 ഡിഗ്രി ചരിവ് കൊടുത്തു. അപ്പോൾ തീർത്തും ആ മണ്ണ് ഡ്രൈ ആയി. അതിനുശേഷം ഞാൻ അവിടെ മുരുക്കുകാലുകൾ നട്ടിട്ടാണ് കുരുമുളക് കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. ഈ മുരുക്കുകാൽ നടുമ്പോൾ പ്രത്യേകം ഞാൻ തന്നെ ഉണ്ടാക്കിയ മുരുക്കുകാലാണത്. മുരിക്കിൻ കമ്പുകൾ നട്ട് അതിലേക്ക് കുരുമുളക് തൈ പടർത്തുന്നതിന് പകരം ഈ കൃഷിയിടത്തിൽ മുരിക്കിൻ തൈകൾ ഉണ്ടാക്കി അതിൽ കുരുമുളക് തൈ പടർത്തുന്നു. മുരിക്കിൻ തൈകളുടെ നഴ്സറി ഉണ്ടാക്കിയിട്ടുണ്ട്. മുരിക്കിൻ തൈകളുടെ വിൽപ്പനയുമുണ്ടിവിടെ. 1 വർഷം പ്രായമായ മുരിക്കിൻ തൈകൾ പറിച്ചു നട്ട് അതിലേക്ക് തയ്യാറാക്കിയ പന്നിയൂർ 1 ഇനത്തിൽപ്പെട്ട കുരുമുളക് തൈകൾ വെച്ചുപിടിപ്പിക്കും. ഇത്രയും പറിച്ചു നടാൻ പാകത്തിലുള്ള മുരിക്കിൻ തൈകളാണ്. കുഞ്ഞമ്പു നായരുടെ തോട്ടം നിറയെ പന്നിയൂർ 1 കുരുമുളക് വള്ളികൾ മാത്രമേ ഉള്ളൂ. മറ്റൊരിനവും ഈ തോട്ടത്തിൽ പരീക്ഷിച്ചിട്ടില്ല. കുരുമുളകിൽ ട്രൈക്കോഡർമ വളരെ ഫലപ്രദമായി ഉപയോഗിച്ച് ദ്രുതവാട്ടത്തിനെതിരെ ഏറ്റവും നല്ല മാർഗം മാതൃകാപരമായി കാണിച്ച ഒരു കർഷകനാണ് കുഞ്ഞമ്പു നായർ. അദ്ദേഹത്തിൻ്റെ ഈ തോട്ടത്തിലെ കുരുമുളക് എന്ന് പറയുന്നത് മൂന്നാം വർഷം ആയതേ ഉള്ളൂ. പക്ഷേ 3-ാം വർഷത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ശരാശരി വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കുരുമുളക് തോട്ടമായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം ശാസ്ത്രീയ കൃഷിയെക്കുറിച്ച് വളരെ നല്ല അറിവ് അദ്ദേഹത്തിനുണ്ട്. മണ്ണ്
പരുവപ്പെടുത്തിയതിനു ശേഷം മാത്രമേ അദ്ദേഹം കൃഷി ആരംഭിക്കാറുള്ളൂ. അതിന് അദ്ദേഹം കുമ്മായം, ഡോളോമൈറ്റ് തുടങ്ങിയ മണ്ണ് പരുവപ്പെടുത്താനുള്ള ലൈമി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് മാത്രമാണ് അദ്ദേഹം കൃഷി ആരംഭിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട വാഴ കൃഷിത്തോട്ടത്തിൽ അദ്ദേഹം ഡോളോമൈറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അസിഡിറ്റി കുറയ്ക്കുകയും നല്ല ഇനം വാഴക്കന്നുകൾ ഉപയോഗിച്ചിട്ട് പൂർണ്ണമായും ജൈവ വളങ്ങളും ജൈവ മാർഗ്ഗങ്ങളും ആരംഭിച്ചിട്ട് നല്ല വാഴക്കൊല ഉണ്ടാക്കിയിട്ടുണ്ട്. കുരുമുളകിൽ ഇടയിളക്കലോ അല്ലെങ്കിൽ മണ്ണിളക്കാതെ കുരുമുളക് കൃഷി ചെയ്തിട്ട് ട്രൈക്കോഡർമ എന്ന കുമിൾനാശിനി ഉപയോഗിച്ചിട്ട് കുമിൾ രോഗത്തെ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തെങ്ങുകൾക്ക് അദ്ദേഹം എല്ലുപൊടി തുടങ്ങിയ ജൈവിക മാർഗ്ഗങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഏത് പുതിയ ടെക്നോളജിയും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു മികച്ച കർഷകനാണ് കുഞ്ഞമ്പു നായർ. CPCRI കാസർഗോഡ്, പുല്ലൂർ പെരിയ കൃഷിഭവൻ, കൃഷി വകുപ്പ്, കാർഷിക കോളേജ്, പെരിയ സഹകരണ ബാങ്ക് എന്നിവയുടെ എല്ലാം സഹകരണം ജൈവ കൃഷിയിൽ കുഞ്ഞമ്പു നായർക്ക് ആത്മവിശ്വാസം നൽകുന്നു. തെങ്ങുകൾ നിറഞ്ഞ ഈ സ്ഥലം പണ്ട് വരണ്ടുണങ്ങിയ പാറപ്രദേശമായിരുന്നു. മണ്ണിട്ടും പാറ പൊട്ടിച്ചെടുത്തും നിരന്തരമായ പരിശ്രമത്തിലൂടെ കുഞ്ഞമ്പു നായർ ഇവിടം മികച്ച കൃഷിസ്ഥലമാക്കി മാറ്റി. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ കൊത്തും കിളയുമില്ലാതെയുള്ള കൃഷിയാണ് ഈ തോട്ടത്തിൽ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് കുരുമുളകിനെ ബാധിക്കുന്ന ദ്രുതവാട്ടമോ മറ്റ് രോഗങ്ങളോ ഇവിടെ ഉണ്ടാകാറില്ല. കൊത്തും കിളയും കുറച്ചപ്പോൾ മണ്ണൊലിപ്പും ഇല്ലാതായി. പറമ്പിൽ നിറയെ പച്ചപ്പുല്ലുണ്ട്. അതിനു പുറമെ തീറ്റപ്പുൽ കൃഷിയുമുണ്ട്. കാലി വളർത്തൽ ഉള്ളതിനാൽ പച്ചില വളത്തിന് ക്ഷാമമില്ല. അതോടൊപ്പം തൊട്ടടുത്ത വീടുകളിൽ നിന്ന് ആട്ടിൻകാട്ടവും വാങ്ങി ഉപയോഗിക്കുന്നു. ജൈവവളത്തിലൂടെ ഫലപുഷ്ടമായ മണ്ണിൽ വിളയുന്നത് 100 മീനി. കാർഷിക സമൃദ്ധിയുടെ നിറക്കാഴ്ചയാണ് കുഞ്ഞമ്പു നായരുടെ കൃഷിയിടം നിറയെ. കുഞ്ഞമ്പു നായർക്ക് കൃഷിയൊരു ലഹരിയാണ്. പുലർച്ചെ തന്നെ പറമ്പിലിറങ്ങും. കുരുമുളകിനെയും വാഴയെയും കവുങ്ങിനെയും തെങ്ങിനെയും എല്ലാം പരിപാലിച്ച് കൃഷിയിൽ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്ന മാതൃകാ കർഷകൻ. പാരമ്പര്യമായി കൃഷി ചെയ്തു വന്ന കുടുംബത്തിലെ അംഗമാണ് ഈ കർഷകൻ. അതുകൊണ്ട് തന്നെ കൃഷിപാഠങ്ങൾ ഏറെയുണ്ട് മനസ്സിൽ. കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്ന യുവ കർഷകരോട് എനിക്ക് ഉപദേശിക്കാനുള്ള കാര്യം ഇതാണ്. നമ്മൾ കൃഷി ചെയ്യുന്ന മണ്ണ് വളരെ പ്രാധാന്യമർഹിക്കുന്നു. യാതൊരു കാരണവശാലും ആ മണ്ണിൻ്റെ തനിമയെ നശിപ്പിക്കരുത്. വിഷങ്ങളോ വിഷമടങ്ങുന്ന കീടനാശിനികളോ അതുപോലുള്ള വസ്തുക്കളൊന്നും തന്നെ ഇട്ടിട്ട് മണ്ണിനെ നശിപ്പിക്കരുത്. മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ വളരാൻ ഇടവരുത്തണം. അതുപോലെ മണ്ണിൽ ജൈവസമ്പത്ത് ഉണ്ടാക്കണം. അതുപോലെ തന്നെ മറ്റു വിഷമമായിട്ടുള്ള യാതൊന്നും ചെയ്യാതെ തന്നെ മണ്ണ് സംരക്ഷിക്കുക. അതിനുവേണ്ടി തീർച്ചയായും മണ്ണിനോട് ജൈവവളം, ചാണകവളം, ആട്ടിൻ കാഷ്ടം മുതലായവ മാത്രം ഉപയോഗിച്ച് മണ്ണിനെ സംരക്ഷിക്കുക. നെൽകൃഷിയും നെൽപ്പാടങ്ങളും പണ്ടിവർക്കുണ്ടായിരുന്നു. കുടുംബസ്വത്ത് ഭാഗം വെച്ചപ്പോൾ നെൽകൃഷിയെ കൈവിടേണ്ടി വന്നു. പക്ഷേ നെൽകൃഷിയോടുള്ള സ്നേഹം നിമിത്തം ഇക്കഴിഞ്ഞ ചിങ്ങം 1 കർഷക ദിനത്തിൽ പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ മികച്ച നെൽകർഷകർക്ക് കുഞ്ഞമ്പു നായർ അവാർഡ് നൽകി. കാർഷിക വികസന സമിതി, കാഞ്ഞങ്ങാട് ജൈവോൽപ്പന്ന വിപണന കേന്ദ്രം, VFPCK, കൃഷി വകുപ്പ് കമ്മിറ്റി, ബ്ലോക്ക് തല ആഗ്രോ സർവീസ് കേന്ദ്രം, ജൈവ കൃഷി സംഘം പെരിയ തുടങ്ങി സർക്കാരേതര സമിതികളിൽ സജീവ സാന്നിധ്യമാണ് കുഞ്ഞമ്പു നായർ. കൃഷി വകുപ്പ് നടത്തുന്ന നേന്ത്രൻ വാഴ കൃഷിയിലെ പുതിയ കർഷക രീതിയായ ഹൈഡൻസിറ്റി ഫാമിംഗിന് വേണ്ട പ്രദർശന തോട്ടമൊരുക്കുന്നത് കുഞ്ഞമ്പു നായരുടെ കൃഷിയിടത്തിലാണ്. 1 ഏക്കർ സ്ഥലത്താണ് പുതുരീതിയിലുള്ള വാഴകൃഷി നടത്തുന്നത്. ഇതനുസരിച്ച് ഒരു കുഴിയിൽ 3 വാഴകൾ വയ്ക്കും. സാധാരണ 1 ഏക്കറിൽ
1000 വാഴയാണ് നടുക. ഹൈഡ് ആൻഡ് സിറ്റി ഫാമിങ്ങിലൂടെ 1 ഏക്കർ സ്ഥലത്ത് 2000 വാഴകൾ വയ്ക്കാം. കാസർഗോഡ് ജില്ലയിൽ അനുവദിച്ച ഏക പ്രദർശനത്തോട്ടമാണ് കുഞ്ഞമ്പു നായരുടെ കൃഷിയിടത്തിൽ തയ്യാറാവുക. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി കേരള കൃഷി വകുപ്പ് ഈ വർഷം നടപ്പിലാക്കുന്ന ഒരു മാതൃകാ തോട്ടത്തിൻ്റെ പദ്ധതി കാസർഗോഡ് ജില്ലയിൽ ശ്രീ കുഞ്ഞമ്പു നായരുടെ തോട്ടത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അത് വാഴക്കൃഷിയിലാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. വാഴക്കൃഷിയിലൊരു അതിനൂതനമായ ഒരു രീതി, അതിനൂതനം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ നൂതനമായ രീതിയാണത്. ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. അതിനകത്ത് 1 ഏക്കറിനകത്ത് നമുക്ക് 2000 വാഴകൾ വരെ നടാം. ഈ 2000 വാഴയ്ക്ക് നമ്മൾ 1 ഏക്കറിന് ചെയ്യേണ്ട എല്ലാ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിയാൽ മതി. ചിലവ് വളരെ ചുരുക്കി വളരെ കൂടിയ ഉൽപ്പാദനം ചെറിയ സ്ഥലങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പുല്ലൂർപെരിയയിൽ കുഞ്ഞമ്പു നായരുടെ പ്ലോട്ടിനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് വളരെ വിശ്വാസത്തോടു കൂടി ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഒരുപാട് ശാസ്ത്രീയ വശങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു കൃഷി രീതിയാണ്. അത് കുഞ്ഞമ്പു നായർക്ക് ഒരു പരിശീലനം കൊടുക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ അത് ചെയ്യും. ഈ ജൂൺ മാസത്തോടുകൂടി ആരംഭിക്കുന്നത് അടുത്ത വർഷം അതിൻ്റെ ഉൽപ്പാദനത്തിൽ മാതൃകാപരമായ ഒരു വർധനവ് കാണിച്ചു കൊടുത്ത് ജില്ലയ്ക്ക് തന്നെ മാതൃകയാകുന്നുള്ള വിശ്വാസം കൃഷി വകുപ്പിനുണ്ട്. കൃഷി വകുപ്പിന്റെയും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും ജൈവകൃഷി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനൊപ്പം സാങ്കേതിക സഹായവും ഈ കർഷകന് നൽകുന്നു. കൃഷി ഒരിക്കലും നഷ്ടമല്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന കർഷകനാണ് കുഞ്ഞമ്പു നായർ. കൃഷിയിൽ ഇദ്ദേഹത്തിന്റെ സഹായിയായി ഭാര്യ ശ്യാമളയും മകൾ അഞ്ചിമയുമുണ്ട്. കൃഷിയിലൂടെ ആനന്ദവും മികച്ച ജീവിതവും ഒരുക്കാൻ കഴിഞ്ഞു എന്ന് തെളിവുകൾ സഹിതം നൽകി തന്റെ കൃഷിയിടത്തിൽ തലയുയർത്തി നിൽക്കുന്ന മാതൃകാ കർഷകനാണ് എൻഡോസൾഫാൻ എന്ന വിഷം വീണ പെരിയയിൽ ജൈവ കാർഷിക സമൃദ്ധി നിറയ്ക്കുന്ന വയറുവള്ളി കുഞ്ഞമ്പു നായർ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളികേര വികസന ബോർഡിന്റെ ദേശീയ അവാർഡിന് അപേക്ഷിക്കാം. ക്ഷീര കർഷകർക്ക് ഇൻഷുറൻസ്. വിശദമായ വാർത്തകളിലേക്ക്. നാളികേര വികസന ബോർഡ് 2014 ദേശീയ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, പുതിയ കൃഷിരീതികൾ, ഉൽപ്പന്ന വികസനം, ഉൽപ്പന്ന നവീകരണം, ഗുണനിലവാര പരിഷ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, വിപണനം, കയറ്റുമതി, വിജ്ഞാന വ്യാപനം തുടങ്ങി നാളികേര മേഖലയിൽ നേട്ടങ്ങൾ കൈവരിച്ചവരിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. മികച്ച നാളികേര കർഷകൻ, നാളികേര സംസ്കരണം, തെങ്ങുകയറ്റക്കാർ, വനിതാ നാളികേര സംസ്കരണ യൂണിറ്റ് തുടങ്ങിയവയാണ് പുരസ്കാരങ്ങൾ. അവാർഡിന്റെ വിശദാംശങ്ങളും അപേക്ഷാ ഫോറവും ബോർഡിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ 5. അപേക്ഷ അയക്കേണ്ട വിലാസം: നാളികേര വികസന ബോർഡ്, കേര ഭവൻ, കൊച്ചി 682001.
പ്രധാനമന്ത്രിയുടെ കൃഷി സിഞ്ചായ് യോജന പദ്ധതി പ്രകാരം കർഷകർക്കുള്ള സഹായങ്ങൾ. കാർഷിക നഷ്ടത്തിന് 50% നഷ്ടപരിഹാരം. നഷ്ടപരിഹാരാർഹതയ്ക്ക് 50% കൃഷിനഷ്ടം എന്നത് 30%ആയി കുറച്ചു. സംഭരണത്തിനായി എടുക്കുന്ന ധാന്യങ്ങളുടെ ഗുണനിലവാര നിബന്ധനകളിൽ ഇളവ് വരുത്തി. ദുരന്തബാധിതർക്കായി വായ്പാ പദ്ധതികൾ പുനരാവിഷ്കരിച്ചു. കൊല്ലത്തെ ഓച്ചിറ ക്ഷീരോൽപ്പന്ന പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 6 മുതൽ 17-ാം തീയതി വരെ ക്ഷീരോൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പർ 0476 269 8550. മിൽമയുടെ മലബാർ മേഖലാ യൂണിയൻ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് ക്ഷീര കർഷകർ, സംഘം ജീവനക്കാർ, മിൽമ ഡീലർമാർ എന്നിവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ക്ഷീര കർഷക മെഡിക്ലെയിം നടപ്പാക്കുന്നു. ഒരു വ്യക്തിക്ക് വർഷത്തിൽ പരമാവധി 30,000 രൂപ വരെയും ഒരു കുടുംബത്തിന് 50,000 രൂപ വരെയുമുള്ള ചികിത്സാ ചെലവുകളാണ് ഈ പോളിസിയിലൂടെ ലഭ്യമാകുക. അംഗീകൃത അലോപ്പതി ആശുപത്രികളിലും ഗവൺമെന്റ് ആയുർവേദ ഹോമിയോ ആശുപത്രികളിലും നടത്തുന്ന ചികിത്സയ്ക്ക് മാത്രമേ പോളിസി ക്ലെയിം ലഭിക്കുകയുള്ളൂ. പ്രീമിയം തുകയുടെ ഒരു ഭാഗം മിൽമ വഹിക്കുന്നതായിരിക്കും. ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകർ അതാത് സ്ഥലത്തെ ക്ഷീരോത്പാദക സഹകരണ സംഘവുമായി ബന്ധപ്പെടണം. തീറ്റപ്പുൽ, കിടാരി വളർത്തൽ, കാലിത്തീറ്റ സബ്സിഡി, ക്ഷീര സഹകരണ സംഘങ്ങൾക്കുള്ള ധനസഹായം, ഫാം വികസന സഹായം എന്നിവയെല്ലാം ചേർന്ന ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതികൾക്ക് സെപ്റ്റംബർ മാസം തുടക്കമാകും. ഒരു സെന്റിൽ 100 കിലോ വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പുല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നതിനും കിടാരി യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും 5 പശുക്കളുള്ള ഫാമുകൾ ആരംഭിക്കുന്നതിനും കറവയന്ത്രങ്ങൾ സ്ഥാപിക്കുന്നതിനുമുള്ള സബ്സിഡി ക്ഷീരവികസന വകുപ്പ് നൽകി. കൂടാതെ കാലിത്തീറ്റയ്ക്ക് സബ്സിഡിയും ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കുമായി ക്ഷീരവികസന ഓഫീസുകളുമായി ബന്ധപ്പെടാവുന്നതാണ്. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിലെ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 6-ാം തീയതി കാട വളർത്തലിലും 13 മുതൽ 15-ാം തീയതി വരെ മുട്ടക്കോഴി വളർത്തലിലും പരിശീലനം നൽകുന്നു. താൽപര്യമുള്ള കർഷകർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 0479 245 7778. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 11,000 രൂപ, കോഴിക്കോട് 12,700 രൂപ, തൃശൂർ 11,300 രൂപ, കൊപ്ര കൊച്ചി 7,390 രൂപ, കോഴിക്കോട് 7,800 രൂപ, തൃശൂർ 7,630 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 63,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 66,300 രൂപ. ചുക്ക് മീഡിയം 23,500 രൂപ, ചുക്ക് ബെസ്റ്റ് 24,500 രൂപ. മഞ്ഞൾ സേലം 8,200 രൂപ, ഈറോഡ് 8,400 രൂപ. അടയ്ക്ക പുതിയത് 23,500നും 24,500നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,900 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,900 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 11,000 രൂപ, കൊപ്ര 7,390 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,500 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 63,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 66,300 രൂപ. ചുക്ക് മീഡിയം 23,500 രൂപ, ചുക്ക് ബെസ്റ്റ് 24,500 രൂപ. അടയ്ക്ക പുതിയത് 23,500നും 24,500നും മധ്യേ. ജാതിക്കത്തൊണ്ടൻ കിലോഗ്രാമിന് 200നും 250നും മധ്യേ. ജാതിക്കത്തൊണ്ടില്ലാത്തത് 350നും 425നും മധ്യേ. ജാതിപത്രി 600നും 850നും മധ്യേ. ഗ്രാമ്പു 810 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,900 രൂപ, ഒട്ടുപാൽ 8,900 രൂപ, ലാറ്റക്സ് 11,000 രൂപ. കമ്പോള അവലോകനം. തെളിഞ്ഞ കാലാവസ്ഥ റബ്ബർ ടാപ്പിംഗിന് അനുകൂല സാഹചര്യം ഒരുക്കിയെങ്കിലും വിപണിയിലെ തളർച്ച മുൻനിർത്തി കർഷകർ തോട്ടങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. അതേസമയം അവധി വ്യാപാരത്തിൽ റബ്ബറിന് നേരിട്ട തളർച്ച മുൻനിർത്തി വ്യവസായികൾ നിരക്കുയർത്താൻ തയ്യാറായില്ല. കുരുമുളക് വില 200 രൂപ ഉയർന്ന് 66,300 രൂപയിലാണ് ഇന്ന് ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചത്. നേരത്തെ വിദേശ വ്യാപാരങ്ങൾ ഉറപ്പിച്ചവർ ഉൽപ്പന്നം ശേഖരിക്കുന്നുണ്ട്.
ആഭ്യന്തര വ്യാപാരികളും കുരുമുളക് സംഭരിച്ചു. കാലാവസ്ഥയിലെ മാറ്റം അവസരമാക്കി പല ഭാഗങ്ങളിലും നാളികേര വിളവെടുപ്പ് വ്യാപകമായി. കൊപ്രയുടെ വിലത്തകർച്ചയാണ് തിരക്കിട്ടുള്ള വിളവെടുപ്പിന് കർഷകരെ പ്രേരിപ്പിച്ചത്. 3 ദിവസത്തിനിടയിൽ വെളിച്ചെണ്ണ വില 600 രൂപ ഇടിഞ്ഞതും ഉൽപാദകരിൽ സമ്മർദ്ദമുളവാക്കി. വണ്ടൻമേട്ടിൽ ഇന്ന് നടന്ന ലേലത്തിൽ 30,785 കിലോ ഏലക്കയുടെ കൈമാറ്റം നടന്നു. മുഴുപ്പേറിയ ഇനങ്ങൾ കിലോ 982 രൂപയിലും വലിപ്പം കുറഞ്ഞ ഇനങ്ങൾ 678 രൂപയിലുമാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.6, 25.1. കൊച്ചി 31.8, 25. ആലപ്പുഴ 33.8, 26.1. പുനലൂർ 33.7, 23. തിരുവനന്തപുരം 32.8, 26 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സുഗന്ധത്തിന്റെ ചാമരം വീശി സ്വാദിന്റെ അലകൾ ഉയർത്തി പുരോഗതിയുടെ പാതയൊരുക്കി പുഞ്ചിരി പൂഞ്ചിറക് വിടർത്തി നാടാകെ പച്ചപ്പ് ചാർത്തി വ്യവസായങ്ങൾക്ക് അവസരമൊരുക്കി പൂന്തേൻ മാധുര്യം പരത്തി തിരകൾ ഉയർത്തി NHM ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മന്ദം